അവൾ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും വിലാസിനേക്കാൾ അപകടം. അരവിന്ദിനെ അറിയാലോ നിനക്ക്? അതൊക്കെ അറിയാമേ. പക്ഷെ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്റെ നിശ്ചയം മുടക്കി നമ്മുടെ കുടുംബത്തെ ഒന്നാകെ അപമാനിച്ച് ആ വിലാസിനെ പുറത്താക്കാനുള്ള ഈ നല്ലൊരു അവസരം പാഴാക്കാനോ? എന്റെ അമ്മ അതോർത്ത് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഒരിക്കലും ഇല്ല മോളെ. നോക്ക്, വിലാസിനിയുടെ കാര്യത്തിൽ ഉദ്ദേശിച്ച ഫലം ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ പിന്നെ എല്ലാം വെറുതെയാവും. പിന്നെ വിലാസിനെ നിനക്ക് ശത്രു ആവത്തേയുള്ളൂ. കാരണം അഖിലാണ്ടേശ്വരിയെ ഈ അമ്മയ്ക്ക് അറിയാവുന്നതുപോലെ മോൾക്ക് അറിയില്ല. അഖിലാണ്ടേശ്വരിക്ക് സ്വന്തം സഹോദരനെ പോലെയാ സഹദേവൻ. നിശ്ചയം മുടക്കിയത് വിലാസിനെയാണെന്ന് അറിഞ്ഞാലും സഹദേവനോടുള്ള മമത കൊണ്ട് ചിലപ്പോ വിലാസിനോട് അങ്ങ് ക്ഷമിച്ചാലോ? മോളൊന്ന് ആലോചിച്ചു നോക്ക്. അതൊരു പ്രോബ്ലം ആണ്, സമ്മതിച്ചു. പക്ഷേ എന്റെ നിശ്ചയം മുടക്കിയ ആ വിലാസിനിയോട് ഞാൻ ക്ഷമിക്കണമെന്നാണോ അമ്മ ഈ പറയുന്നത്? അതും ഇത്ര നല്ലൊരു അവസരം കയ്യിൽ കിട്ടിയിട്ട്? ഒരിക്കലും അല്ല മോളെ. പക്ഷേ എടുത്തു ചാടരുത്. അവസരം നോക്കി വേണം പ്രതികാരം ചെയ്യാൻ. എന്നാലേ ഫലം കിട്ടൂ. ഇപ്പൊ വേണ്ടത് വിലാസിനിയെ കൂടെ നിർത്തല. അരവിന്ദ് എന്ന ലക്ഷ്യമാ നമുക്ക് പ്രധാനം. അമ്മ എപ്പോഴും പറയാറില്ലേ, ഒരു ചുവട് പോലും പിഴയ്ക്കാതെ വേണം ആ ലക്ഷ്യത്തിലെത്താൻ. അതിന് നമ്മൾ ഇപ്പോൾ കിട്ടിയ ഈ അവസരം സൂക്ഷിച്ചു മനസ്സിൽ വെക്കുന്നു. പിന്നീട് മുതലും പലിശ ഉൾപ്പെടെ എടുത്തു പ്രയോഗിക്കാൻ. പകരം ആദ്യം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് കല്യാണിയാ. മോൾ അതിനു വേണ്ടി ഫോക്കസ് ചെയ്യാൻ നോക്ക്. ആ മോളെ, അച്ഛൻ വരുന്നുണ്ട്. മോൾ ഫോൺ വെച്ചോ. ശരി അമ്മ. ഡി കല്യാണി, എഴുന്നേറ്റേ. അയ്യോ, ഇതെന്താ കത്തിയൊക്കെ ആയിട്ട്? കത്തി താഴെ വെക്കടി. കത്തി താഴ്ത്താൻ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അതെ, മുറിയിൽ നുള്ളി കൊടുക്കാനുള്ളതൊക്കെ തീർന്നു. നീ പെട്ടെന്ന് 8-10 ഇലയുടെയോ ഒരു 10-15 ഉരുളക്കിഴങ്ങ് പോണ്ടയോ ഉണ്ടായിക്കൊണ്ട് വാ. എന്റെ വയറൊഴിഞ്ഞ് കിടന്നാലേ ഗ്യാസ് കയറും. എപ്പോഴും എന്തെങ്കിലും ചവയ്ക്കും തിന്നയൊക്കെ വേണം. പെട്ടെന്നാവട്ടെ. രണ്ടും ഉണ്ടാക്കി തരാം. ഒരു അരമണിക്കൂർ താമസം വരും. അരമണിക്കൂർ താമസം വരുമെന്നോ? തിന്നാൻ ചോദിക്കുമ്പോ മണിക്കൂർ കണക്ക് പറയാനേ ഇതെന്താടി കിലുക്ക സിനിമയാണോ? ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യും ഉണ്ടാക്കി തരാന്ന് പറയാൻ. അതുകൊണ്ടല്ല ഞാനിവിടെ. ഏതല്ല? മാഡം ഒന്ന് വിളിച്ച് സംസാരിക്കടി. കൊള്ളാലോ നീ ആള്. മാഡം, ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കണമെങ്കിൽ സമയം കുറച്ച് വേണം. അതുകൊണ്ടാ. അയ്യടാ, സമയം വേണോന്ന്? എടി, എന്റെ ആന്റിയോ അഖിലാന്റിയോ വന്ന് ചോദിച്ചാ നീ ഇങ്ങനെ അവധി പറയോ? പറയടി, പറയോന്ന്. നീ അന്ന് ഫാഷൻ ഷോയിൽ എന്നെ തോൽപ്പിച്ച് ബ്രാൻഡ് അംബാസിഡർ ആയില്ലേ? അന്നേ നിന്നെ ഞാൻ നോക്കി വെച്ചിരുന്നതാ. എന്തൊരു കിണുക്കാര് നിനക്കപ്പോ. നീ കിരീടം വെച്ച് നിന്ന ഫോട്ടോ അന്ന് പത്രത്തിൽ കണ്ടപ്പോഴേ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ദൈവമായിട്ടാ ഇന്ന് എനിക്ക് ഈ അവസരം ഉണ്ടാക്കി തന്നത്. ഞാനേ ഈ തൃച്ചംബരത്ത് മരുമകളായിട്ട് വന്ന് കേറാനുള്ളവളാ. അറിയാലോ നിനക്ക്. നീ വെറും ഒരു പാചകക്കാരിയാ. പറയുന്നത് പറയുന്ന സമയത്ത് ഉണ്ടാക്കി നീ എന്റെ കാൽച്ചുവട്ടി കൊണ്ടുവയ്ക്കും. പറയുന്നത് പറയുന്ന സമയത്ത് ഉണ്ടാക്കി നീ എന്റെ കാൽച്ചുവട്ടി കൊണ്ടുവയ്ക്കും. അല്ലെങ്കിൽ വെപ്പിക്കാൻ എനിക്കറിയാം. നീ കണ്ടോ? മാഡം, കല്യാണി, ഇനി ഇവിടെ ചെന്ന് വിലാസിനി മേഡത്തോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആർക്കറിയാം? ഓ, മിക്കവാറും ആ ഭദ്രകാളി ഇപ്പൊ തുള്ളി വരും. കല്യാണി, ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമല്ലേ?
സമയാകുന്നു, പോയി ചെന്ന് റെഡിയാവ്. ഇതൊക്കെ ഞങ്ങള് നോക്കിക്കോളാം. അത് കുഴപ്പമില്ല. എല്ലാരും കൂടി വിചാരിച്ചാ ഇപ്പൊ അങ്ങ് തീരും. ചേച്ചി ഉരുളക്കിഴങ്ങ് എടുത്ത് തിളപ്പിക്കാനിട്, നമുക്കൊന്ന് ഉത്സാഹിക്കാം. ചേട്ടാ അപ്പുറത്ത് അല്പം വാഴയില മുറിച്ചോണ്ട് വരുമോ? ഇലയുടെ ഉണ്ടാക്കാനാ. ശരി. ആന്റി, ആന്റി, ഷോ ഒന്ന് പതുക്കെ. ഇത് തൃച്ചംബരം. നിന്റെ വീട്ടിൽ കിടന്ന് വലിച്ചു കീറുന്ന പോലെ ഇവിടെ പറ്റില്ല. ഡീ, എന്ത് പറ്റി നിനക്ക്? നിന്റെ മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ. ആന്റി, ഈ വീട്ടിൽ ഞാൻ ആരാ? ആഹാ, ഇത് കൊള്ളാം. നിനക്കിത് എന്ത് പറ്റി? ആന്റി പറ, ഈ വീട്ടിൽ ഞാൻ ആരാ? ഇതെന്തൊരു ചോദ്യാ? ഇപ്പൊ നീ എന്റെ അനന്തരവള്. കുറച്ചുനാൾ കഴിയുമ്പോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാകാൻ പോകുന്ന എന്റെ ചുന്ദരിക്കുട്ടി. എന്താ മതിയോ? പിന്നെ പറഞ്ഞാലും മതി. ഏ? ഈ വീട്ടിലെ അടുക്കളക്കാരി പോലും എന്റെ വാക്കിനൊരു പുല്ല് വില തരുന്നില്ല. ഏ? നീ എന്താ പറഞ്ഞേ? ഒന്ന് തെളിച്ചു പറഞ്ഞേ. ആ അടുക്കളക്കാരി കല്യാണിയില്ലേ, ഒരു കൊച്ചു ബോണ്ട ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോഴേ അവൾ എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. ആഹാ. അവൾ എന്റെ മുഖത്ത് നോക്കി ഉണ്ടാക്കി തരാൻ സൗകര്യമില്ലാന്ന് പറഞ്ഞപ്പോഴേ എന്റെ തോല് പൊളിഞ്ഞുപോയി. ഓഹോ, അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരോ? ഞാൻ ആന്റിയോട് പറയുമെന്ന് പറഞ്ഞിട്ട് പോലും അവൾക്ക് യാതൊരു മൈൻഡും ഇല്ല. മറ്റെന്ത് കാര്യത്തിനായാലും ഞാൻ സഹിക്കാം. ആഹാര കാര്യത്തിൽ ഇങ്ങനെയൊക്കെ എങ്ങനെയാ? അവക്കിപ്പൊ കുറച്ച് നിഗളിപ്പാ. കാര്യം ഇപ്പൊ അവളുടെ ശരീരത്തില് അഖിലാണ്ടേശ്വരിയുടെ ചോരയും കൂടി ഉണ്ടല്ലോ. അവൾ ബോണ്ട ഉണ്ടാക്കി തന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് അവക്കൊരു കൊച്ചു ബോംബ് ഉണ്ടാക്കി കൊടുക്കാം. നീ വാ. ഇതല്ലേ കമല? അതെ. ദാ വച്ചോളൂ. ശരി മാഡം. ചേച്ചി, നീ ഇങ്ങോട്ട് വാ. ദേ, ഇന്ന് എനിക്കൊരു കാര്യം അറിയണം. ഞാനും ഈ തൃച്ചംബരത്ത് വന്നു കയറിയ മരുമോളല്ലേ? എനിക്കുമില്ലേ ഈ വീട്ടിലെ ചില അവകാശങ്ങൾ? അതെന്താ ഇത്രയും നാളും ഇല്ലാത്തൊരു സംശയം ഇപ്പോ? എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ചേച്ചി രക്തം കൊടുത്ത് രക്ഷിച്ചില്ലേ ആ കല്യാണി? അവക്കിപ്പോ അഹങ്കാരം കുറച്ച് കൂടുതലാ. ഞാൻ വെറും ജോലിക്കാരിയല്ല, തൃച്ചംബരത്തെ രാജകുമാരിയാണെന്നാ ചിലപ്പോഴൊക്കെ അവളുടെ വിചാരം. അവളുടെ വിചാരം നീ ഇങ്ങനെ ഗണിച്ചെടുക്കാൻ നോക്കണ്ട. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? നീ ആദ്യം അത് പറഞ്ഞാ മതി. പ്രശ്നം അവളുടെ അനുസരണക്കേടാ. ഒരു വക പറഞ്ഞ മൈൻഡ് ചെയ്യില്ലല്ലോ. ഇപ്പൊ തന്നെ അവള് നമ്മുടെ ഈ പാവം ജയന്തിയോട് തട്ടിക്കേറാൻ വന്നിരിക്കുകയെന്നേ. സത്യം ആന്റി, വിശക്കുന്നു, എനിക്ക് 8-10 ഇലയടയോ ഒരു 10-15 ഉരുളക്കിഴങ്ങ് ബോണ്ടയോ ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോഴേ എന്റെ മുഖത്ത് നോക്കി അവർക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു കളഞ്ഞു. വെറും ഒരു അടുക്കളക്കാരിക്ക് ഇത്രയും വലിയ അഹങ്കാരം പാടുണ്ടോ? ആന്റി തന്നെ ഒന്ന് പറ. ആ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇപ്പോ ഈ നിമിഷത്തിൽ ചേച്ചി ഇത് പറഞ്ഞു വിലക്കിയില്ലെങ്കിൽ മറ്റുള്ള ജോലിക്കാരും നാളെ അവളെ കണ്ട് പഠിക്കും. പിന്നെ നമുക്കൊന്നും ഇവിടെ യാതൊരു വിലയും ഉണ്ടാവില്ല. ദേ, ഇപ്പോഴേ ഞാൻ പറയാ, ചേച്ചി എന്തേലും ചെയ്തേ പറ്റൂ. കല്യാണി, മാഡം, നീ അടുക്കളയിൽ എന്ത് ചെയ്യായിരുന്നു ഇപ്പോ? അതും മാഡം, ഞാൻ ഉരുളക്കിഴങ്ങ് ബോണ്ടയ്ക്ക് മസാല ചേർക്കാൻ. മതി, ഇനി എനിക്ക് ഒരു വിശദീകരണം കേൾക്കണമെന്നില്ല. ഇനി ഒരു നിമിഷം കൂടി നിന്നെ കിച്ചണിൽ കണ്ടേക്കരുത്. പോയിക്കോണം ഇവിടുന്ന്. എന്താടി കണ്ണീര് അണിഞ്ഞു നിൽക്കുന്നേ? പോവാൻ പറഞ്ഞ പൊയ്ക്കൂടെ നിനക്ക്? ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ. രാജീവ് പെണ്ണ് കാണാനെത്തും. ഈ മുഷിഞ്ഞ വേഷമൊക്കെ ഒന്ന് മാറ്റി പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ. ചെല്ലാൻ. നീ ഇങ്ങനെ റെഡി ആവാതെ കിച്ചണിൽ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നാ പറ്റില്ല. ചെല്ല്. ശരി മാഡം.
ആന്റി അപ്പൊ എന്റെ ഉരുളക്കിഴങ്ങ് പോണ്ട. ഉം. ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. ആ, കമല, മാഡം ആന്റി എന്റെ ഉരുളക്കിഴങ്ങ് പോണ്ട. ചീ വായടക്കടി. അവളുടെ ഒരു ഉരുളക്കിഴങ്ങ് ബോണ്ട തിന്ന് തിന്ന് നീ തന്നെ ഉരുളക്കിഴങ്ങ് ബോണ്ടയാ. പൊയ്ക്കോണ എന്റെ മുന്നീന്നും. ഉം. അഖിലാണ്ടേശ്വരി ചെവിയിൽ നുള്ളിക്കോ നീ. ഓരോ പ്രാവശ്യമുള്ള ഈ അപമാനം കടലാസിലല്ല, മനസ്സിൽ കുറിച്ച് വെക്കുന്നുണ്ട് ഞാൻ. ഇതിനെല്ലാം ഒരു തിരിച്ചടി തരും. ഹും, അന്നേ മനസ്സിലാക്കൂ ഈ വിലാസിനി ആരാണെന്ന്. ആടാ മച്ചു പറയടാ. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ? രാജീവിനെ കുറിച്ച് നാട്ടിലൊക്കെ എന്താ അഭിപ്രായം? ബ്രോ അന്വേഷിച്ചറിഞ്ഞത് അയാളുടെ ക്യാരക്ടർ നല്ലതാണെന്നാണ്, പക്ഷെ എനിക്കത്ര വിശ്വാസം പോരാ. കല്യാണിയുടെ കാര്യമാണേ, അബദ്ധം പറ്റാൻ പാടില്ലല്ലോ. എല്ലാ രീതിയിലും ആള് പക്കയാണെന്ന് അറിഞ്ഞാലേ പറ്റൂ. മനസ്സിലായി മച്ചു, കുറെ പാടുപെട്ടിട്ടാണെങ്കിലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എവിടെ നോക്കിയാലും ബംഗാളികളാ. എന്നാലും അവൻ താമസിക്കുന്ന ഏരിയയിലെ എല്ലാ ചായക്കടകളിലും പച്ചക്കറി കടകളിലും ചന്തയിൽ മീൻ വാങ്ങാൻ വരുന്നവരോടുകൂടി പോലും തിരക്കിയിട്ടുണ്ട്. എല്ലാരും അവനെ കുറിച്ച് ഗുഡ് സർട്ടിഫിക്കറ്റാണ് നൽകുന്നത്. ആണല്ലേ? ഓഹ്, സമാധാനമായി. അമ്മയ്ക്കാ കല്യാണിക്ക് രാജീവുമായിട്ടുള്ള കല്യാണം നടത്തണം നിർബന്ധം. പിന്നെ വേറെ ആർക്കും എതിർക്കാനും പറ്റില്ല. അതാണ് ഞാൻ അർജന്റായിട്ട് രാജുവിനെ കുറിച്ച് തിരക്കാൻ പറഞ്ഞത്. കല്യാണിയുടെ കാര്യമായോണ്ട് എനിക്കൊരേ ടെൻഷൻ. പാവം പെണ്ണവളെ, അവൾക്കൊന്നും പറ്റാൻ പാടില്ല. എനിവേ മച്ചു, ഇൻഫർമേഷൻ തന്നതിൽ താങ്ക് യു സോ മച്ച്. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ബൈ ഡാ. അത് വേറെ ഒന്നുമല്ല, കല്യാണി ആലോചിക്കുന്ന പയ്യനെ കുറിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. കല്യാണി നല്ലപോലെ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാ, അല്ലാതെ എൻ്റെ മനസ്സിലൊന്നുമില്ല. റിലാക്സ് അരവിന്ദ്, എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ അരവിന്ദിനോടൊന്നും ചോദിച്ചില്ലല്ലോ. എനിക്കെല്ലാം അറിയാം, പ്രത്യേകിച്ച് ഈ മനസ്സ്. കല്യാണിയോട് അരവിന്ദിനുള്ളത് പ്രേമമല്ല, സഹതാപ. പിന്നെ അന്നേനോടുള്ള ദേഷ്യം കാരണം നിശ്ചയം നടക്കാതിരിക്കാനാ കല്യാണി ഇഷ്ടമാണെന്ന് വിളിച്ചു പറഞ്ഞതെന്നും എനിക്കറിയാം. നീ കാരണം ഒരു പെൺകുട്ടിയുടെ ഭാവി തകർന്നു പോയല്ലോ എന്നോർത്ത് സഹതപിച്ച അവളെ കെട്ടണമെന്ന് പറഞ്ഞതെന്ന് ഈ നന്ദനയ്ക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെയുള്ള നല്ല മനസ്സ് എത്ര പേർക്ക് കാണും? വീട്ടിലെ വെറൊരു പാചകക്കാരിയുടെ ജീവിതം നന്നായിരിക്കണമെന്ന് കരുതുന്ന നീ കെട്ടുന്ന പെണ്ണിനെ പൊന്നു പോലെ നോക്കുന്ന എനിക്കറിയാം. ഈ മനസ്സ് സ്വന്തമാക്കാനാ ഏതൊരു പെണ്ണിനെ പോലെയും ഞാനും ആഗ്രഹിക്കുന്നത്. നന്ദന, കല്യാണി പെണ്ണാണ് രാജീവ് എത്താറായി. ഞാൻ അമ്മയുടെ അടുത്തൊന്ന് പറയട്ടെ. അരവിന്ദ്, ഹാപ്പി വാലന്റൈൻസ് ഡേ. വാക്കുകൾ കൊണ്ട് ഞാൻ പലപ്പോഴും പിണങ്ങുമ്പോഴും മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുമായിരുന്നു. ഇനിയും ജന്മം ഉണ്ടെങ്കിൽ അന്നും എനിക്ക് നീ തന്നെ ആയിരിക്കണം കൂട്ട്. താങ്ക്സ്. ഹാപ്പി വാലന്റൈൻസ് ഡേ.
വാലന്റൈൻസ് ഡേ. വിലക്ക് ലംഘിച്ച് വിവാഹം നടത്തി കൊടുത്തതിന് റോമിൽ ഫാദർ വാലന്റൈനെ ചക്രവർത്തി വധശിക്ഷ നൽകിയ ദിവസം വാലന്റൈൻസ് ഡേ. ഇവിടെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ. നടക്കില്ല, നടത്തില്ല നന്ദന. ഇപ്പൊ ഞാൻ ടെൻഷനായാൽ അരവിന്ദൻ എന്നോടുള്ള അകൽച്ച കൂടും. അത് പാടില്ല. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ, നമുക്ക് കാണാം. ചേട്ടാ കുലിക്കാതിരിക്ക്, നേരെ പിടിച്ചൂടെ? നീ എന്താ ഈ ലോകത്തൊന്നും അല്ലേ? മതി, കുറെ നേരമല്ലേ പിടിക്കുന്നത്, എന്തിനാ ഇത്ര ഒരുക്കം? ചേടാ ഇത് കൊള്ളാം. എന്തു പറ്റി നിനക്ക്? കൈ കഴിക്കുന്നുണ്ടോ? കൈയൊന്നും കഴിക്കുന്നില്ല, മനസ്സിന് ആ വിഷമം മുഴുവൻ. മനസ്സിലായി മനസ്സിലായി. ഞാൻ കല്യാണം കഴിച്ചു പോകുമ്പോഴുള്ള കാര്യല്ലേ. സത്യം പറഞ്ഞാ ചേച്ചിക്കും അത് ആലോചിക്കാൻ കൂടി വയ്യടാ. കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നുമില്ല. ചേച്ചി ഇനി എന്ത് ചെയ്യാനാ? ചേച്ചി കല്യാണം കഴിക്കുന്നതിലുള്ള വിഷമമൊന്നുമല്ല എനിക്ക്. ചേച്ചിയുടെ കല്യാണം ഇവിടത്തെ വലിയ കുഞ്ഞിന്റെ കൂടെ നടക്കുന്നു. അത് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതാ. ഇതിപ്പോ അതാ എനിക്ക് വിഷമം. നോക്കനിയുംകുട്ടാ, ഞാൻ ഒരുപാട് പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടേ ആവശ്യമില്ലാതൊന്നും പറയരുതെന്ന്. ഇത് അച്ഛനെങ്ങനെ കേട്ടലുണ്ടല്ലോ, ഇവിടെ കൊലപാതകം നടക്കും, കൊലപാതകം. ഓ, ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. എനിക്കതാ ഇഷ്ടം. വലിയ കുഞ്ഞും ചേച്ചി നല്ല ചേർച്ചയായിരിക്കും. ദേ അടികൊള്ളാത്തിന്റെ കുറവാ നിനക്ക്. മിണ്ടത് അവിടെ നിന്നെ. നീ ആ വളയ്ക്ക് ഇങ്ങെടുത്തെ. അവന്റെ ഓരോരോ ആഗ്രഹങ്ങള്. മോളെ, എല്ലാവരും പെണ്ണ് കാണാൻ വരുമ്പോൾ നിറയെ സ്വർണങ്ങൾ ഇട്ട് നിൽക്കും. എന്റെ മോക്ക് വെറും കുപ്പിവളകളെ ഉള്ളൂ അല്ലേ? അയ്യേ, എന്താ ഇത്? നല്ലൊരു ദിവസമായിട്ട് രാവിലെ വിഷമം പറയല്ലേ. ദേ നോക്കിയേ, അച്ഛന്റെ പൊന്നും കൂടെ അല്ലേ ഞാൻ. പൊന്നും കൂടത്തിന് എന്തിനാച്ചാ പൊട്ടു സ്വർണ്ണോളയൊക്കെ. കല്യാണി, കമലേച്ചി, എന്തായി? അച്ഛനും മക്കളും ഇതുവരെ റെഡി ആയില്ലേ? ഓ, ഇതിൽ കൂടുതൽ എന്ത് റെഡിയാവാനാ? ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഞങ്ങള് റെഡിയാ. എന്നാലേ ഓണത്തിന് അല്പം തിളക്കം കൂടി കിട്ടട്ടെ. ഇതാ, ഈ ആഭരണങ്ങളും കൂടി ഇട്ടോ. അയ്യടാ, ഇത് ആരുടെ ഇതൊക്കെ? വല്ലവന്റെ മോഷ്ടിച്ചൊന്നുമല്ല, എന്റെ സ്വന്തം വകയാ. പെട്ടെന്ന് ഇതൊക്കെ ഇട്ട് റെഡിയാവും. വേഗം വാങ്ങിച്ചിട്ട് മോളെ, നമ്മുടെ കമലത്തിന്റെ അല്ലേ? പെട്ടെന്നാവട്ടെ, പെണ്ണ് കാണാൻ രാജീവ് സാറ് വന്നോണ്ടിരിക്കുക. ഇനി സമയമില്ല. ദാസേട്ടാ, ഇനി എന്തിനാ അയാളെ സാറിന്ന് വിളിക്കുന്നത്? മരുമോനെന്ന് പറ, അല്ലെങ്കിൽ പേര് വിളിക്ക്. അമ്മായി ഇപ്പം മരുമകനെ സാറിനൊന്നും വിളിച്ച് ശീലിക്കരുത്. അത് കമലം, വലിയ കുഞ്ഞിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെല്ലാം എനിക്ക് സാറുമാരാ. ആ നോക്കട്ടെ, ആള് മരുമകനായ ശേഷം വിളി മാറ്റാൻ പറ്റുമോ നോക്കാം. മോളെ, ഈ കല്യാണം നടന്ന എന്തുകൊണ്ട് മോക്ക് നല്ലതാ. ആരോട് തിരക്കിയാലും രാജീവ് സാറിനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. ആ, പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഞാൻ പോയി മേടത്തൊന്ന് കാണട്ടെ. വാ കല്യാണി. ആ, ഇരിക്ക്.
കല്യാണി കുറച്ചു ദിവസം കഴിയുമ്പോ നീ ഞങ്ങളെയൊക്കെ വിട്ട് പോവാണല്ലേ? ഏയ് ഇല്ല കമലേച്ചി, ഒരിക്കലും ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല. അത് എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്ത കാര്യാ. ആലോചിച്ചാലേ പറ്റുള്ളൂ കല്യാണി. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പബ്ലിസിറ്റി ഡിസൈനർ സ്വന്തം ഭാര്യയെ ഇനിയും അടുക്കള ജോലിക്ക് പറഞ്ഞേക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും നടക്കാത്ത കാര്യം അത്.